ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി കപ്പലണ്ടി മിഠായിയാണ്. കടല മിഠായി എന്നൊക്കെ പറയില്ലേ, നമ്മൾ സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ കഴിക്കുന്ന. അപ്പോൾ അതിലേക്ക് വേണ്ടി ഇത്രയും കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഇതൊരു 350 ഗ്രാം ഉണ്ട്. അപ്പോൾ ഒരു സീക്രട്ട് ഒരു ഐറ്റം കൂടി ഇട്ടിട്ടാണ് ഞാൻ ഈ കപ്പലണ്ടി മിഠായി ഉണ്ടാക്കുന്നത്. അപ്പോൾ നോക്കിയാലോ. സ്റ്റവ് കത്തിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് കൊടുക്കാം. സ്റ്റവ് കത്തിച്ച് ഒരു പാൻ വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് വറുത്തെടുക്കാം. ഇതേപോലെ കപ്പലണ്ടി മിഠായി ഇതേ രീതിയിൽ ഉണ്ടാക്കിയാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇവിടെ നല്ല മഴ തുടങ്ങി. കപ്പലണ്ടിയൊക്കെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതൊരു പാത്രത്തിലോട്ട് തട്ടാം. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് രണ്ടായിട്ടൊന്ന് ഉടച്ചെടുക്കണം. തോടൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് ഇനി അതിലേക്കുള്ള ശർക്കര നമുക്ക് ഉരുക്കിയെടുക്കണം. അതിലേക്ക് വേണ്ടി ഒരു ശർക്കര എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു ശർക്കര പൊട്ടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഉരുക്കിയെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സ്റ്റവ് കത്തിച്ചു കൊടുക്കാം. ഉരുകി കിട്ടിയിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതേപോലെ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇതിനെ ഒഴിച്ചു കൊടുക്കാം. അധികം വേസ്റ്റൊന്നുമില്ല. കപ്പലണ്ടി തോടെല്ലാം കളഞ്ഞ് ഇതേപോലെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് രണ്ടായിട്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നേരത്തെ ഉരുക്കി വെച്ചിട്ട ഇത് ശർക്കരയില്ലേ ഉരുക്കി വെച്ചിട്ടുള്ള ആ ശർക്കരയെ നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. സ്റ്റവ് കത്തിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ശർക്കര നല്ലോണം ഉരുകി കുറച്ച് വെള്ളം എടുക്കണം ഒരു കിണ്ണത്തിലോട്ട് കേട്ടോ. കുറച്ച് വെള്ളം എടുക്കുമ്പോഴേക്കും വെള്ളം എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ഒഴിച്ച് നോക്കണം. ഒഴിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ കട്ടയാവും, നല്ല ഉരുളായിട്ടാവും. അതുവരയ്ക്കും നമ്മളിത് ഒരുക്കിയെടുക്കണം. കുറച്ച് സമയം പിടിക്കും. ഇത് ബോൾ ഉരുട്ടി എടുക്കുമ്പോഴേക്കും ഇത് നമ്മൾ തറയിലിടൂലേ, തറയിലിടുമ്പോഴേക്കും ഇത് കല്ലിൻ്റെ സൗണ്ട് കേൾക്കും. അതാണ് പാകം ഇതിൻ്റെ. കുറച്ചൊന്ന് മെനക്കെട്ടാൽ നമുക്കൊരു അടിപൊളി കപ്പലണ്ടി മിഠായി കിട്ടും. ഇനി ഇത് ശരിയായോ നോക്കാം. കണ്ടില്ലേ, ഇതേപോലെ ആയി കിട്ടണം. കണ്ടോ? അപ്പോൾ ശർക്കര പാകത്തിന് ഉരുകി കിട്ടിയിട്ടുണ്ട്. കണ്ടോ? ഇത് കല്ല് പോലെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? അപ്പോൾ കാണിച്ചു തരാം.
ഉണ്ടോ സൗണ്ട്? ഇനി ഇതിലേക്ക് നമ്മൾ തോട് കളഞ്ഞ കപ്പലിൻ്റെ ഇട്ട് കൊടുക്കാം. കറക്റ്റായിട്ടുണ്ട് ശർക്കര കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതനുസരിച്ച് ശർക്കര ചേർക്കാം. ഇപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യണേ. പിന്നെ ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചിട്ട് കൊടുക്കാം. ഇനി അടുത്തതാണ് ഒരു സീക്രട്ട് ഐറ്റം, വാനില പൗഡർ. ഇതും കൂടെ ഇടുമ്പോഴേ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റും മണവും ആയിരിക്കും. ഇവിടെ നിൽക്കാൻ പറ്റില്ല, അത്രയും മണവും ടേസ്റ്റും. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആഹാ, എന്തൊരു മണം! ഭയങ്കര മണമാണ് കേട്ടോ ഇതിടുമ്പോഴേക്കും വാനില പൗഡർ. ഇതേപോലെ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നിരത്തി കൊടുക്കാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് വയ്ക്കാം സൈഡ്. നാല് സൈഡ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ചതുരത്തിന് എടുക്കാൻ പറ്റും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങൂല്ലേ അതേപോലെ. തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, പൊടിഞ്ഞു പോകും. ഓക്കെ, തണുത്തതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. കപ്പലണ്ടി മുട്ടായി എല്ലാം സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉടച്ചെടുക്കാം. സൈഡിൽ ഉടച്ച് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് വെക്കാം. കട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് കറക്റ്റായിട്ട് കിട്ടിക്കണ്ടോ. ഇപ്പോൾ നമ്മുടെ കപ്പലണ്ടി മുട്ടായി റെഡിയായി കിട്ടിയിട്ടുണ്ട്. സൈഡിലുള്ളത് കണ്ടോ, ഇത്രയും ഉണ്ട് കണ്ടോ. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റിൽ കിട്ടുന്നു. ഇതേപോലെ ചെയ്താൽ മതിയാവും. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടോ. ഇത്രയും ബാലൻസ്, ഇത് മാത്രം ഇത്രയും കട്ട കിട്ടിയില്ല കേട്ടോ. ചെറിയ കഷ്ണങ്ങളായിട്ട് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.